ഡോക്ടർ, ഈ ന്യൂറോളജി എന്നുള്ള ആ ഒരു ശാസ്ത്രത്തിൽ എത്രത്തോളം അഡ്വാൻസ്ഡ് ആണ് ഇന്ത്യ, അല്ലെങ്കിൽ എത്രത്തോളം അഡ്വാൻസ്ഡ് ആണ് കേരളം, അല്ലെങ്കിൽ എത്രത്തോളം ഇൻഫർമേഷൻ അല്ലെങ്കിൽ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണ് ആസ്റ്റമിക് സിറ്റി? ഡോക്ടറിനൊന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ നമ്മളൊരു ഗ്ലോബൽ വില്ലേജാണ്. നമ്മളിപ്പോൾ എവിടെ എന്ത് കണ്ടുപിടിക്കുന്നു നമുക്കത് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ആസ്ട്രോമെഡിക് സിറ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് എല്ലാത്തരം ഇൻവെസ്റ്റിഗേഷൻ മൊഡാലിറ്റീസും അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സും നമുക്ക് അവൈലബിൾ ആണ്. ഡോക്ടർ, അത് പറഞ്ഞപ്പോഴാണ് MRI ഒരു വലിയ ഡിസൈഡിങ് ഫാക്ടറാണ് അല്ലേ ഡയഗ്നോസിസിന്? വളരെ ഇമ്പോർട്ടൻറ്റ് ന്യൂറോളജിക്കലായിട്ടുള്ളൊരു കാണുന്നത് പുറമേ നമുക്ക് കാണാൻ പറ്റില്ല, അകത്ത് ചെന്ന് തന്നെ കാണണം. ഈ പലരും ഒരു മിഥ്യാധാരണയുണ്ട്, MRI പല സ്ഥലത്തും എടുക്കുന്നുണ്ട് അല്ലേ. എനിക്കിപ്പോൾ ഇവിടെ എടുത്താൽ ഇത്ര പൈസ കൂടുതലാണ്, അല്ലെങ്കിൽ ചാർജ് കൂടുതലാണ്, കുറവാണ്. അപ്പോൾ ഈ ഉപയോഗിക്കുന്ന മെഷീൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അല്ലേ ഡോക്ടർ? അത് മെഷീൻ എന്ന് പറയുമ്പോൾ നമുക്കത് അസുഖങ്ങൾ വെച്ചിട്ടാണ് നമ്മളത് തീരുമാനിക്കുന്നത്. 1.5 ടെസ്ല, അല്ല, അതുണ്ട്. ഡെഫിനറ്റ്ലി MRIയുടെ റെസൊല്യൂഷൻ നമുക്കിപ്പോൾ ഒരു 90കളിലൊക്കെ നമുക്കൊരു 0.3 ടെസ്ലയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ 1 ടെസ്ല വന്നു, പിന്നെ 1.5 ടെസ്ല വന്നു. ഫോട്ടോഗ്രാഫിയിൽ വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായതുകൊണ്ട് ആ ഒരു ആസ്പെക്റ്റിൽ പിന്നെ 3 ടെസ്ല വന്നു. അപ്പോൾ ഈ 3 ടെസ്ല എന്ന് പറയുമ്പോൾ നമുക്കിപ്പം എല്ലാ അസുഖങ്ങൾക്കും 3 ടെസ്ല ആവശ്യമില്ല. ഒരു മിനിമം ബേസ് എന്ന് പറയുമ്പോൾ 1.5 ടെസ്ലയാണ്. ഓക്കെ, എന്ത് അസുഖം പിക്ക് ചെയ്യാനായിട്ട് 1.5 ടെസ്ല മതി. പക്ഷേ ഇപ്പോൾ ഡിമൈലിനേറ്റിംഗ് ഡിസീസസ് അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ചില തരത്തിലുള്ള നീര് അല്ലെങ്കിൽ അതുപോലെയുള്ള ഞരമ്പിൻ്റെ പിന്നെ ചില ഹിസ്റ്ററിമേജിങ്, അതായത് മസിലിൻ്റെ ചില അസുഖങ്ങൾ, ടെൻഡൻ ഡിസീസസ്, ചില സ്പെഷ്യലൈസ്ഡ് ഏരിയാസ് ഉണ്ട്, ചില തരത്തിലുള്ള ട്യൂമറുകൾ. അപ്പം നമുക്ക് ഈ ബ്രെയിനിൽ ഇപ്പോൾ ഉദാഹരണത്തിന് പലപ്പോഴും ഇതൊരു ഡീമൈലിനേഷനാണോ ഇത് ട്യൂമറാണോ എന്നൊക്കെ പലപ്പോഴും സംശയം വരാം. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ സ്പെഷ്യൽ സീക്വൻസിങ്ങിന് 3 ടെസ്ല തന്നെ വേണ്ടി വരും. ഒരു ഭാഗം തന്നെ പലതായി ഡിവൈഡ് ചെയ്ത് കാണിക്കാൻ പറ്റും. അങ്ങനെക്കാളും റെസൊല്യൂഷനാണ് അതിൻ്റെ. നമ്മൾ 3 ടെസ്ല എന്ന് പറഞ്ഞൊരു മാഗ്നറ്റിക്, ഇപ്പോൾ നമ്മൾ ക്യാമറയുടെ ഓരോ സീരീസ് ഉണ്ട്. ഇപ്പോൾ ഓരോ സീരീസ് കഴിയുമ്പോഴും അതിൻ്റെ റെസൊല്യൂഷൻ കൂടുതലാണ്. ക്ലാരിറ്റി മാത്രമല്ല, അതിന് പല ടെക്നിക്കൽ ആസ്പെക്റ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു പിന്നെ ഫുൾ ഫ്രെയിം ഉണ്ട്, മറ്റേ ഇതുണ്ട്, അങ്ങനെ പല ടൈപ്പിലുള്ള ഇതുണ്ട്. അപ്പോൾ ആ ഒരു ഇത് അനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. പലപ്പോഴും ഡോക്ടേഴ്സിന് ഹെൽപ്ഫുൾ ആണ് ഈ ഒരു ഡയഗ്നോസിസിന്. തീർച്ചയായും. അപ്പോൾ അത് ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ രീതിയിൽ വെച്ചിട്ടാണ് നോക്കുക. ഓക്കെ ഡോക്ടർ, അഡ്വാൻസ്മെൻറ്റ് ഇപ്പോൾ ഏതു ശാസ്ത്രമായാലും എന്നും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ ഇനിയും എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ന്യൂറോളജി സയൻസ് എന്ന് ഡോക്ടറിന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഏതായിരിക്കാം ഇനി വരും തലമുറയ്ക്ക്? ഇതെപ്പോഴും നമ്മൾ ഇപ്പം ന്യൂറോളജി എന്ന് പറയുന്നത് ഇപ്പം നമുക്കൊരു ഓട്ടോഇമ്മ്യൂൺ ന്യൂറോളജി പണ്ട് കാലത്ത്, ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ പഠനകാലത്ത് ആകെ 2-3 ഓട്ടോഇമ്മ്യൂൺ ഡിസീസാണ് നമ്മൾ അറിയപ്പെട്ടിരുന്നത്. അന്ന് ചികിത്സിക്കാനില്ല, അല്ലെങ്കിൽ ക്രോണിക് ഡിസീസസ് ആണ്, ചികിത്സ ഇല്ല എന്ന് പറഞ്ഞിരുന്ന പല അസുഖങ്ങൾക്കും ഇന്ന് നമുക്കൊരു ഓട്ടോഇമ്മ്യൂൺ ബേസിസ് ഉണ്ടെന്നുള്ള കാര്യം അറിയാം. പണ്ട് നമ്മൾ എംപെരിക്കലായിട്ട്, പ്രത്യേകിച്ച് കാരണമില്ലാതെ സ്റ്റീറോയിഡ് കൊടുത്തിരുന്ന മരുന്നുകൾക്ക് ചില ആൾക്കാർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുമായിരുന്നു, ചില അസുഖങ്ങൾക്ക് സ്റ്റീറോയിഡ് ഉപയോഗിച്ചിരുന്നു. പക്ഷേ നമുക്കതിന് വ്യക്തമായ കാരണമില്ല, എത്ര നാൾ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ഓട്ടോ ആൻറ്റിബോഡീസ് ഒത്തിരി നമുക്കൊരു ഓട്ടോഇമ്മ്യൂൺ ലബോറട്ടറീസ് നിലവിലുണ്ട്. പിന്നെ ജനറ്റിക് സ്റ്റഡീസ് ഉണ്ട്. ചില തരത്തിലുള്ള ഇതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് അത് ഇന്ന അസുഖമാണ്, ഇന്നതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്, ജനറ്റിക് ഡിസോർഡേഴ്സ്, പിന്നെ കോഗ്നിറ്റീവ് ഡിസോർഡേഴ്സ്, അതായത് നമ്മൾ ഈ ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും നമുക്ക് പല ചികിത്സാ രീതികളും നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മുന്നോട്ടുള്ള നമ്മുടെ, കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ഒരു സ്വപ്നവും ഒരു മുന്നോട്ടുള്ള ഇതും വെച്ച് നോക്കുമ്പോൾ നമ്മൾ ടാർഗറ്റഡ് ഡ്രഗ് ഡെലിവറി സിസ്റ്റംസ് എന്ന് പറയുന്ന കാര്യത്തിലേക്കാണ്. അതായത് നിങ്ങൾക്ക് ഇന്ന അസുഖത്തിന് ഇന്ന മരുന്ന് ഇന്ന ടിഷ്യൂവിൽ മാത്രം അതെത്തുക. നിങ്ങൾക്ക് റേഡിയേഷൻ പോലെ, ഒരു ഗാമ നൈഫൊക്കെ പോലെ തന്നെ നിങ്ങളൊരു ടാബ്ലറ്റിൽ നിങ്ങളൊരു സാധനം കൊടുക്കുന്നു, അത് ആ ടാർഗറ്റ് ടിഷ്യൂവിനെ മാത്രം അറ്റാക്ക് ചെയ്യുക. അങ്ങനെയുള്ളതിൽ ഒത്തിരി നമ്മൾ പുരോഗതി വന്നിട്ടുണ്ട്, ടാർഗറ്റഡ് ഡ്രഗ് ഡെലിവറി സിസ്റ്റംസ്. അപ്പോൾ ആ ഒരു ഇതിലേക്കാണ് ഇപ്പോൾ ഒത്തിരി റിസർച്ച് പോകുന്നത്. ചിലപ്പോൾ 5 കൊല്ലം കഴിയുമ്പോൾ അല്ലെങ്കിൽ 10 കൊല്ലം കഴിയുമ്പോൾ വരാം.